എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു വടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. നിങ്ങൾക്ക് മട്ട അവൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതിട്ടാ. അപ്പോൾ അതൊരു 2-3 പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നതിന് ശേഷം നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ അത് അവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അവലൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. എന്നതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 നല്ല എരിവുള്ള പച്ചമുളക്, എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഇഡ്ഡലി മാവ്. നമ്മൾ ദോശയ്ക്ക് അരച്ച് വയ്ക്കില്ല, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ചേർക്കുന്നില്ല, നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ മാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അപ്പം അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെയൊക്കെ നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാനൊരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ അതവിടെ അത് നല്ലൊരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് കുഴച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ കഴിയണം. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഒരു ചെറിയ പോർഷൻ എടുക്കുക. എന്നതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെള്ളമൊന്ന് തടവിയിട്ടൊന്ന് ഉരുട്ടിയെടുത്താലും മതി. എന്നതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു വിരലൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് മറ്റേ കയ്യിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കത് പൊരിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വട. ഞാനപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കി ഇരിക്കുന്ന എല്ലാവരും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ എല്ലാ വടകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവിന് എനിക്കൊരു 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സൈസിനനുസരിച്ചിട്ട് എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇനി ഇത് ക്രിസ്പി ആണോന്ന് അറിയണ്ടേ. അപ്പോൾ കേട്ടില്ല, നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള അവൽ വെച്ചിട്ടുള്ള വട റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്